ഹായ് ഹലോ നിങ്ങൾക്ക് ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ ഞാനും പപ്പയും മമ്മിയും മാത്രമേ ഉള്ളൂ. ചേച്ചി കുഞ്ഞാവയും എല്ലാം അവരുടെ വീട്ടിലോട്ട് കയറിപ്പോയി. അപ്പം ഞങ്ങൾ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ മുള്ളനാത്തയുണ്ട്. അപ്പോൾ അത് നിറച്ച് കായ്കളുണ്ടായി കിടക്കുക. അപ്പോൾ അതിൽ ഏകദേശം ശരിക്കും മൂത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഇളം പ്രായം, ജസ്റ്റ് കുരുവൊക്കെ ആയി തുടങ്ങിയതാണ്. അപ്പോൾ അത് കറി വെക്കാൻ നല്ലതാണ്. അപ്പം അതുകൂട്ട് ഒരെണ്ണം പറിച്ച് ഞങ്ങൾ കറി ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ പപ്പ അതിൻ്റെ തൊലിയൊക്കെ ചെത്തി തരുന്നു, മമ്മി തേങ്ങ ചിരകുന്നു, ഞാൻ വീഡിയോ പിടിക്കുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ ഹെൽപ്പ് ചെയ്യണം. അതിൻ്റെ അകത്ത് ബാക്കി അരയ്ക്കാനുള്ളതിനും പിന്നെ ഇത് കട്ട് ചെയ്യണ കൂട്ടത്തിലൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇരിക്കുക. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ പിടിക്കും, നമുക്ക് നെറ്റിലൊക്കെ ഇടാം എന്നൊക്കെ പറഞ്ഞ്. അപ്പം അവർക്ക് ഭയങ്കര ചമ്മലുണ്ട്, എന്നാലും എൻ്റെ കൂടെ കൂടുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്യണമൊക്കെയാണ്. ഇനിയത് കുരുവൊക്കെ ഉണ്ടാവും, അതൊക്കെ കളയണം. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നല്ല ക്ഷീണമൊക്കെ അതുപോലെ കൗണ്ടൊക്കെ താന്നു പോവുകയാണെങ്കിൽ അതൊക്കെ ഓക്കെ ആകാനും ക്ഷീണമൊക്കെ മാറാനും ഒക്കെ നല്ലതാണ്. ഇതിൻ്റെ പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ചെറിയ വീഡിയോകളിലൊക്കെ ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഇതിൻ്റെ പഴം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടെ ചേർന്നൊരു ടേസ്റ്റ് ഉള്ളൊരു പഴമാണ്. ശരിക്കും നമ്മുടെ ആത്തയ്ക്ക പഴം അതിൻ്റെ പോലെ തന്നെയാണ്, പക്ഷേ ഈ ടേസ്റ്റ് ഇങ്ങനെയാണെന്നേ ഉള്ളൂ. അപ്പം ഞങ്ങളിതൊരു തേങ്ങ വറുത്തരച്ച് ഇതൊരു ചാറുകറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ശരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മുടെ കടച്ചക്കയില്ലേ, കടച്ചക്ക കറി വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ്. അതുപോലെ ഇതിൻ്റെ ടേസ്റ്റും പുഴുങ്ങി കഴിഞ്ഞ് കറിയൊക്കെ ആക്കുമ്പോഴും ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് ആയിരിക്കും മറ്റേ കടച്ചക്കയുടെ പോലെയല്ല, അങ്ങനെ ഒന്നുള്ളൂ. ബാക്കിയെല്ലാം സെയിമാണ്. കഴിക്കുമ്പോഴും ഒക്കെ ഞാൻ കടച്ചക്ക കഴിക്കുന്ന ആ ഒരു രീതി തന്നെയായിരുന്നു. അപ്പം ഞാൻ അത് ചെത്തിയിട്ട് വെക്കാനായിട്ട് നമ്മുടെ ഈ അപ്പമൊക്കെ ചുട്ട് കഴിഞ്ഞത്തേക്ക് ഇങ്ങനെ മൂടി വെക്കുന്ന പാത്രമാണ് അപ്പച്ചട്ടി. ഇത് കൂട്ടി ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇത് ശരിക്കും നമ്മളിത് നേരത്തെ പണ്ടുണ്ടായിരുന്നൊരു വേറൊരു രീതിയിൽ ഇത് ഉപയോഗിക്കാറുണ്ട്. ഈ പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നൂർത്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കഞ്ഞിയൊക്കെ വെച്ച് നമ്മൾ സാധാ കഞ്ഞി കഴിക്കുന്ന പാത്രമില്ലേ, ആ ഒരു രീതിയിൽ ആ പാത്രം ഉപയോഗിക്കാറുണ്ട്. അപ്പം ഇനിയിപ്പോൾ വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഇത് വേഗം ഉണ്ടാക്കി കഴിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞാനും കൂടി അതിനകത്ത് നിറച്ച് കുരുകളൊക്കെ ഉണ്ട്. കണ്ണിന് ഭയങ്കര സ്ട്രെയിൻ ചെയ്ത് നോക്കി വേണ്ടേ അത് ചെയ്യാൻ. അപ്പം ഞാനും കൂടി അതിൻ്റെ കുരുവൊക്കെ ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടിയൊക്കെ കുക്കിങ്ങൊക്കെ ചെയ്യാറുണ്ട്. അപ്പോഴത്തേക്കും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞ് ചെയ്യാം. ഞാനും പപ്പയും കൂടി ആയതുകൊണ്ട് കുഴപ്പമില്ല. മമ്മി ഇടയ്ക്ക് കൂടിയിട്ടുണ്ടെങ്കിൽ സാധാരണയാണെങ്കിൽ ഭയങ്കര ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കലൊക്കെയാണ്. അപ്പം ഞാനും കൂടി ഉള്ളതായതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ കുറേ നാളുകളായിട്ടോ കുക്ക് ചെയ്യാനും അതുപോലെയൊക്കെ കൂടിയിട്ടൊക്കെയാണല്ലോ. അങ്ങനെ പണ്ട് മാസ്റ്റർ ഷെഫ് എന്നൊക്കെ പറയില്ലേ, കല്യാണങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ തന്നെ കുക്കിംഗ് ഏറ്റെടുത്ത് ചെയ്ത് കൊടുക്കാറൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്തേലും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ എന്തെങ്കിലും ചെയ്യാൻ പറയുകയാണെങ്കിൽ ഭയങ്കര മടിയാണ്. അപ്പം ഇങ്ങനെ ഞങ്ങൾ ചെറിയ ഇടയ്ക്ക് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരം പറയും, അതൊക്കെ ഇവരിരുന്ന് കേട്ട് ചിരിക്കും. ഇടയ്ക്ക് എന്തെങ്കിലും ഇതും പറഞ്ഞ് എന്നെ ഇവരെല്ലാം കൂടെ കളിയാക്കും, ഞാൻ അവരെയും കളിയാക്കും. അങ്ങനെയൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. അവർക്കും ഭയങ്കര സന്തോഷമായി. കുഞ്ഞാവ ഇല്ലാത്തതുകൊണ്ട് ശരിക്കും ഞങ്ങളുടെ വീടെല്ലാം ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്ന പോലെയാണ്. ഒരു ഒച്ചയില്ല, ബഹളമില്ല, അനക്കമില്ല, ഒന്നുമില്ലാതെ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഇടയ്ക്ക് ഇവർ പറയുന്ന പൊട്ടത്തരം കേട്ട് ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ചെയ്ത് തീരാറായി. വേഗം തീർത്തിട്ട് വേണം. പപ്പയ്ക്കാണെങ്കിൽ വിശക്കുന്നുണ്ട്, ഉച്ചയാകാറായി. അപ്പം ആഹാരം കഴിക്കണം. ഇത് കറി കൂട്ടി കഴിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത്. ഇതെപ്പോൾ തീരും എന്തോ. എൻ്റെ പൊന്നേ, അങ്ങനെ ഒരു വിധത്തിൽ ഇതെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം മമ്മി തേങ്ങയെല്ലാം ചിരകിയത് തേങ്ങ വറക്കുവാണേ.
അത് വറുത്തിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് ശരിയാക്കാം. അപ്പോൾ ജസ്റ്റ് കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പം മുളക് പൊടി ഇട്ടിട്ടുണ്ട്, പിന്നെ കുറച്ച് ഗരം മസാല ഇട്ടിട്ടുണ്ട്, മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ സാധാരണ കടച്ചക്ക കറി വെക്കണ പോലെ സെയിം തന്നെ വറുത്തരച്ച്. അപ്പം അതെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ശകലം ജീരകം, നല്ല ജീരകം, അതായത് ചെറിയ ജീരകം, അത് ഇട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാം ഇട്ടു. അതെല്ലാം ചൂടാക്കുവാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ ജീരകം ഇട്ടതാണേ. അപ്പം ഇത് പപ്പയെ ഇളക്കാൻ കൂടാന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് വേണ്ട, ഞാൻ ചെയ്യാം, വേഗം ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം മമ്മി അത് ചൂടാക്കിക്കൊണ്ടിരിക്കുക. അപ്പം അതിനകത്തോട്ട് കുറച്ച് ഉള്ളി കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ചുള, വലിയധികം ടേസ്റ്റ് വരരുത്, മറ്റേ വെളുത്തുള്ളിയും കൂടെ ഒരു ചെറിയ ചുള ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് താളിച്ചൊഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി അല്ലാണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഇത് അടുപ്പിൽ വെച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്തോട്ട് ഇട്ടിട്ടില്ലായിരുന്നു ഉള്ളി. അതിന് പകരം ഇറക്കി ചൂടാക്കിയിട്ടില്ല ഉള്ളി. അങ്ങനെ അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ഇനി അരപ്പുമെല്ലാം ചൂടാക്കിയിട്ട് ഇത് കൂട്ട് എണ്ണ ഒഴിച്ച് ഇത് നന്നായിട്ട് ചൂടായി വരട്ടെ. എന്നിട്ട് കടുകിട്ടിട്ട് അരപ്പും കൂടെ ഇട്ടൊന്ന് ചൂടാക്കിയിട്ട് മറ്റേ കഷ്ണങ്ങളും കൂടെ ഇട്ട് കൊടുക്കണം. അത് ഞങ്ങൾ കുക്കറിനകത്തിട്ടാ അത് ശരിയാക്കി എടുത്തത്. അപ്പം അതിനകത്തോട്ട് കടുകൊക്കെ ഇട്ടു. ഇനി ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഇളക്കി എടുത്തു. ഇനി അതിനകത്ത് കഷ്ണം ഇട്ടു. അത് കുക്കറിലിട്ട് നന്നായിട്ട് 2 വിസിൽ അടുപ്പിച്ചു. നന്നായിട്ട് ഇങ്ങനെ നല്ല മയത്തിൽ അത്രയും വെന്ത് വരണം, അന്നെങ്കിലാണ് നല്ല ടേസ്റ്റ്. ഇങ്ങനെ നന്നായിട്ട് വേവിച്ചെടുത്ത് അത് ഇതിൻ്റെ അകത്തോട്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് അരപ്പ് ചേർക്കുന്നത്. ഇനി അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്തു. അപ്പോഴാണെങ്കിൽ വേഗം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് വേണം കഴിക്കാനെന്ന് പറഞ്ഞ് ഭയങ്കര തിടുക്കെടുത്തിരിക്കുക. വിശക്കുന്നുണ്ട്, വേഗം ഉണ്ടാക്കുമോ എന്ന് പറഞ്ഞ് കരയണമുണ്ട് ഇടയ്ക്ക്. അപ്പം ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, എല്ലാം കഴിഞ്ഞു. ഇനി ഒന്ന് ശകലം കൂടി ഒന്ന് ചൂടാക്കിയിട്ട് വാങ്ങി വെച്ചാൽ മതി. അപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ താന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടു. ചൂടായതുകൊണ്ട് വലിയ ഇതായിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഫുഡെല്ലാം കഴിച്ചിട്ട് ഏറ്റുപോയി. അപ്പോഴാണ് ഞാൻ കഴിക്കുന്ന വീഡിയോ എടുത്തില്ലല്ലോ എന്നോർത്തു. അപ്പം ഞാനാണ് ലാസ്റ്റ് കഴിക്കായിരുന്നേ. നല്ല ടേസ്റ്റുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അതുകൊണ്ട് നല്ല മയത്തിൽ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല സുഖമുണ്ട്. വായിലിടുമ്പോഴേ ഇങ്ങനെ അലുത്ത് പോവും, അതുപോലെ വെന്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നല്ല ടേസ്റ്റാണ്. പിന്നെ ആ തേങ്ങയൊക്കെ ഇങ്ങനെ വറുത്തരച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ്. പിന്നെ അതിൻ്റെ അകത്ത് ഈ ഉള്ളിയൊക്കെ പ്രത്യേകം കടുകൊക്കെ ഇട്ട് ചാലിച്ചെടുക്കുകയല്ലേ ചെയ്തത്. അതുകൊണ്ട് തന്നെ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കണേ.